ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 8ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സിന്റെ ലെറ്റസസ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു അല്ലേ, കുറേ എലമെന്റ്സിനെ കുറിച്ച് പഠിച്ചു, കുറേ സയന്റിസ്റ്റുകളുടെ പേര് കണ്ടു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ഫോളോയിങ്. പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ എലമെന്റ് സിമ്പിൾ അതുപോലെ തന്നെ അതിന്റെ ബേസും കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് മാച്ച് ചെയ്യാം. ഏതാടാ ഫസ്റ്റ് വൺ ഫ്രാൻസിയാണ് അല്ലെ. ഫ്രാൻസിയം എന്ന് പറയുന്നതിന്റെ സിമ്പിൾ എന്താണ്? FR ആണ് അല്ലെ. FR പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഫ്രാൻസ് എന്ന് പറയുന്ന കൺട്രിയിൽ നിന്നാണ് ഫ്രാൻസിയം എന്ന് പറയുന്ന എലമെന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബേസ് ആയിട്ട് വരുന്നത് ഏതാണ്? ഈ പറഞ്ഞ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു കൺട്രിയാണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി അതുപോലെ ക്യൂറിയം എന്ന് പറയുന്നത് മേരി ക്യൂറി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിൽ നിന്നാണ് ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു പേരിന്റെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ക്യൂറിയം എന്ന് പറയുന്ന സിമ്പിൾ ഏതാണ്? CM ആണ് അല്ലെ. CM ആണ് ക്യൂറിയത്തിന്റെ സിമ്പിള്. അതുപോലെ തന്നെ ഒരു സയന്റിസ്റ്റിന്റെ ഒരു ആദരസൂചകമായിട്ടാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ മേരി ക്യൂറിയുടെ പേര് വെച്ചിട്ടാണ് ക്യൂറിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് റുബീഡിയാണ്. റുബീഡിയം നമുക്ക് വരിക ഏതാണ് സിമ്പിൾ വരിക? യെസ്, RB ആണ് അല്ലെ. RB ആണ് റുബീഡിയത്തിന്റെ സിമ്പിള്. അതുപോലെ തന്നെ റുബീഡിയം എന്ന് പറയുന്നത് ഒരു കളറാണ്. അപ്പൊ ആ കളർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പറയാം. അപ്പൊ കളർ എന്ന് പറയുന്നത് എന്താണ്? റുബീഡിയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നെപ്റ്റ്യൂണിയം. നാലാമത്തത് നെപ്റ്റ്യൂണിയാണ്. നെപ്റ്റ്യൂണിയത്തിന്റെ സിമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കൂ, NP ആണ്. NP ആണ് ഈ പറഞ്ഞ നെപ്റ്റ്യൂണിയത്തിന്റെ സിമ്പിള്. അതുപോലെ ഈ നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത് എന്താണ്? സാറ്റലൈറ്റ് ആണോ പ്ലാനറ്റ് ആണോ? യെസ്, ഉറപ്പായിട്ട് എന്താണ്? പ്ലാനറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം പ്ലാനറ്റ്. ഇനി യൂറോപ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം യൂറോപ്പാണ് അല്ലെ. യൂറോപ്പിന്റെ സിമ്പിൾ എന്താ? യൂറോപ്യത്തിന്റെ സിമ്പിൾ EU അല്ലെ. EU. അപ്പൊ നമുക്ക് അഞ്ചാമത്തത് കൊടുക്കാം. യൂറോപ്യം എന്ന് പറയുന്നത് EU ആണ്. EU എന്ന് പറയുന്നതാണ് സിമ്പിള്. അതുപോലെ അത് വന്നിരിക്കുന്നത് ഏതാണ്? ഒരു കോണ്ടിനെന്റ് ആണ് അല്ലെ. കോണ്ടിനെന്റ് ആണ്. ആ കോണ്ടിനെന്റിന്റെ പേര് യൂറോപ്പ് എന്നാണ്. ഓക്കെ, ഡീറ്റെയിൽ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി അതുപോലെ ടൈറ്റാനിയം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിള് TI ആണ് അതിന്റെ സിമ്പിള്. അതുപോലെ തന്നെ അതൊരു സാറ്റലൈറ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ മാച്ചിങ് വരുന്നത്. ഞാനിവിടെ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് നമ്പറിങ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇടാം. പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എലമെന്റ്സ് പഠിക്കണം, അതിന്റെ ബേസ് പഠിക്കണം, അതിന്റെ സിമ്പിളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, Cl ഈസ് ദ സിമ്പിൾ ഓഫ് ദ എലമെന്റ് ക്ലോറിൻ. ഓക്കെ, ക്ലോറിൻ എന്ന് പറയുന്ന എലമെന്റിന്റെ സിമ്പിൾ ആണ് Cl. ഹൗ ക്യാൻ വി റെപ്രസെന്റ് 2 ക്ലോറിൻ ആറ്റംസ് ആൻഡ് 1 ക്ലോറിൻ മോളിക്യൂൾ? എടാ മക്കളെ, നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടത് ക്ലോറിൻ ആറ്റത്തിനെയാണ്. എന്താ ക്ലോറിൻ ആറ്റം എന്ന് പറഞ്ഞാല്? ക്ലോറിൻ ആറ്റം. ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിക്കണം. ക്ലോറിൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cl മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ക്ലോറിൻ ആറ്റം. ഓക്കെ, Cl മാത്രമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലോറിൻ ആറ്റം എന്ന് പറയാ. അതേസമയം ക്ലോറിൻ മോളിക്യൂൾ, ഓക്കെ, ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? ക്ലോറിൻ തന്മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്ലോറിൻ ഉണ്ടാവും അല്ലെ. അതായത് ഒരു ക്ലോറിൻ ഉണ്ടാവും, അതിന്റെ കൂട്ടത്തില് വേറൊരു ക്ലോറിനും കൂടി ഉണ്ടാവും. ഇവ രണ്ടും കൂടി ചേർന്നിരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലോറിൻ തന്മാത്ര എന്ന് പറയാ. അപ്പോൾ ഇതിനെ നമ്മൾ Cl എന്നല്ല റെപ്രസെന്റ് ചെയ്യുക. പകരം എന്താ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? Cl2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോറിൻ മാത്രമേ ഉള്ളൂ. മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ക്ലോറിൻ ഉണ്ട്, അവിടെ Cl2 ആണ് വരിക. ഓക്കെ, അതാണ് തന്മാത്രയും ആറ്റവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് 2 ക്ലോറിൻ ആറ്റംസിനെ കുറിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. വിച്ച് റെപ്രസെന്റ് 2 ക്ലോറിൻ ആറ്റം? എടാ, ഒരു ക്ലോറിൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cl ആണ്. അപ്പൊ 2 ക്ലോറിൻ ആറ്റം എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഒരു 2 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ക്ലോറിൻ ആറ്റം കിട്ടും. അപ്പൊ ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത് 2 ക്ലോറിൻ ആറ്റം ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 2 ക്ലോറിൻ ആറ്റം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് 1 ക്ലോറിൻ മോളിക്യൂൾ ആണ് വേണ്ടത്. ഒരു ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? Cl2 അല്ലെ. ഇതിന് മുമ്പിൽ 1 ഇട്ടില്ലെങ്കിലും യാതൊരുവിധ പ്രോബ്ലങ്ങളും ഇല്ല. നമുക്ക് Cl2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതെന്താണ്? 1 ക്ലോറിൻ മോളിക്യൂൾ ആണ്. ഒരു ക്ലോറിൻ മോളിക്യൂൾ ആണ്. അപ്പോൾ ആറ്റവും തന്മാത്രയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് വരുന്ന ഡിഫറൻസ്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് വിച്ച് ഓഫ് ദം കണ്ടെയ്ൻസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ആറ്റം. ഏതിലാണ് ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ ഉള്ളതെന്നാണ് ചോദ്യം. എടാ മക്കളെ, ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സൂം ചെയ്ത് വെക്കുകയാണ്, ശ്രദ്ധിക്കൂ നിങ്ങൾ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ 5NH3. ഞാൻ ചോദിക്കട്ടെ, ഈ NH3 എന്ന് പറയുന്ന മോളിക്യൂളിൽ എത്ര ആറ്റങ്ങളുണ്ട്? യെസ്, നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെ? നൈട്രജന്റെ ഒരു ആറ്റം ഉണ്ട് അല്ലേ, അതുപോലെ ഹൈഡ്രജന്റെ 3 ആറ്റങ്ങളുണ്ട്. അങ്ങനെ ആകെ മൊത്തം NH3 മാത്രം, ഈ 5 നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ഏത് NH3 മാത്രം എത്ര ആറ്റങ്ങളുണ്ട്? നൈട്രജന്റെ ഒരെണ്ണം ഉണ്ട്, അതുപോലെ ഹൈഡ്രജന്റെ 3 ഉണ്ട്. അങ്ങനെ NH3 മാത്രം എത്ര ആറ്റങ്ങളുണ്ട്? യെസ്, ഈ പറഞ്ഞ ഹൈഡ്രജന്റെ 3ഉം നൈട്രജന്റെ 1 കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം എത്രയുണ്ട്? 4 ആറ്റങ്ങളുണ്ട്. ശരിയല്ലേ? അപ്പൊ നമുക്ക് പറയാം ഇവിടെ എന്തുണ്ട്? 4 ആറ്റങ്ങളാണ് NH3 ശരിയല്ലേ? അപ്പൊ NH3 ഇവിടെ 5NH3 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5NH3 ഉണ്ട്. ഒരു NH3 നമുക്ക് 4 ആറ്റങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുക. ഇവിടെ 5NH3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സിമ്പിൾ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു NH3 4 ആറ്റങ്ങളാണ്, ഇവിടെ 5NH3 ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 4 ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ആറ്റങ്ങൾ കിട്ടും? നിങ്ങൾ തന്നെ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞോളൂ. യെസ്, 5 × 4. 5 × 4 എത്ര വരും? യെസ്, 20 വരും അല്ലേ? അപ്പോൾ 5NH3 എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 20 ആറ്റംസ് ആണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, 20 ആറ്റങ്ങളാണ് പറയാൻ പറ്റുക. ഇനി അതുപോലെ അടുത്തത് നിങ്ങൾ നോക്കൂ. അടുത്തത് ഏതാണ്? യെസ്, 2H2O അല്ലെ, ജലം. H2O എന്ന് പറഞ്ഞ ജലമാണ്, ജലം, വാട്ടറാണ്. അപ്പോൾ വാട്ടറിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഒരു H2 എടുക്കുന്ന സമയത്ത് ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്, ആകെ മൊത്തം 3 അല്ലെ. ഇതുപോലത്തെ എത്ര വാട്ടർ ഉണ്ട്? 2 വാട്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 × 3 ചെയ്യണം. മനസ്സിലായോടാ? യെസ്, മനസ്സിലാവാത്തവരെ ഒന്ന് പുറകിലേക്ക് പോയിട്ട് കാണാം, ശ്രദ്ധിക്കണം നിങ്ങൾ. 2 × 3. അപ്പോൾ അവിടെ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാം? 6 ആറ്റംസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, 6 ആറ്റംസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ നോക്കൂ. അടുത്തത് നമുക്ക് പറയാം ഏതാണ്? 5NO2. ഓക്കെ, 5NO2 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണേ നിങ്ങൾ. ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ NO2 എന്ന് പറയുമ്പോൾ നൈട്രജന്റെ എത്ര ആറ്റങ്ങളുണ്ട്? നൈട്രജന്റെ ഒരു ആറ്റം ഉണ്ട്, ഓക്സിജന്റെ 2 ആറ്റം ഉണ്ട്. അങ്ങനെ നൈട്രജൻ ഒരെണ്ണവും ഓക്സിജൻ 2 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ആകെ മൊത്തം NO2 എത്ര ആറ്റങ്ങളുണ്ട്? 3 എണ്ണം ഉണ്ട്. പുറത്ത് എന്തുണ്ട്? 5 ഉണ്ട്. അപ്പൊ നമുക്ക് 5 × 3 ചെയ്താൽ പോരെ? മനസ്സിലായോടാ? യെസ്, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 5 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആറ്റംസ് അല്ലെ, 15 ആറ്റങ്ങൾ നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റ് വൺ നമുക്ക് ചെയ്യാം. 4CO2 ആണ് അല്ലെ, 4 CO2. അടുത്തത് നാലാമത്തത് 4CO2 എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണേ നിങ്ങൾ. CO2ൽ എത്ര ആറ്റം ഉണ്ടെന്ന് നോക്ക്. C ഒരെണ്ണം, ഓക്സിജൻ 2 എണ്ണം അല്ലെ. അപ്പൊ അത് മൊത്തം എത്രയുണ്ട്? CO2ൽ നോക്കുന്ന സമയത്ത് CO2ൽ 3 ആറ്റങ്ങളുണ്ട് അല്ലെ, 3 ആറ്റങ്ങളുണ്ട്. ഇതുപോലത്തെ എത്ര CO2 ഉണ്ട്? യെസ്, 4 CO2 ഉണ്ട്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 4 × 3. പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ പുറകിലേക്ക് പോയിട്ട് കാണണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, സോ 4 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആറ്റംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആറ്റത്തിന്റെ കണക്ക് എന്ന് പറയുന്നത്. ഇത്രയും നൽകിയിരിക്കുന്നതിൽ ആറ്റത്തിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദം കണ്ടെയ്ൻസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ആറ്റം. ഏതിലാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത്? അത് നമുക്ക് പറയാൻ പറ്റും അല്ലെ. 20, 6, 15, 12. ഇതിൽ നോക്കുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത്? യെസ്, 5NH3 ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഏതിനാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത്. ഈ പറഞ്ഞ 5NH3 ആണ് കേട്ടോ, 5NH3. ഓക്കെ, സോ ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആക്കി സെറ്റാക്കി പഠിച്ച് മുമ്പോട്ട് പോകണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് അല്ലേ. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ടേബിൾ തന്നെയാണ്. യെസ്, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ നിങ്ങൾ. യെസ്, ഇൻഡിയം, ഇൻഡിഗോ, കളർ, IN കൊടുത്തിട്ടുണ്ട് സിമ്പിൾ. ഇതുപോലെ റൂദർഫോർഡ് സയന്റിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഇവിടെ ബേസിസ് ഓഫ് ദി നോമൻക്ലേച്ചറിൽ. അപ്പോൾ അതിന്റെ എലമെന്റിന്റെ പേരെന്താ വരിക? അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചോണം. എന്താണ്? റൂദർഫോർഡിയം. എന്താ അതിന്റെ പേര് പറയുക? റൂദർഫോർഡിയം എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഓക്കെ, റൂദർഫോർഡ് എന്ന് പറയുന്ന ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ഒരു ആദരസൂചകമായിട്ടാണ് ഈ പറഞ്ഞ റൂദർഫോർഡിയം കൊണ്ടുവച്ചിരിക്കുന്നത്.
ഓക്കെ, അതിന്റെ സിമ്പൽ RF ആണ്. അതുപോലെ അടുത്തത് ചോദിച്ചിട്ടുണ്ട് ജർമേനിയം. ഓക്കെ, ജർമേനിയം എന്ന് പറയുന്നത് എന്താണ്, കേൾക്കുമ്പോൾ തന്നെ അറിയാം, ജർമ്മൻ അല്ലെ, ജർമ്മൻ. എന്താ, ജർമ്മനി എന്ന് പറയുന്ന ഈ പറഞ്ഞ നമ്മൾ പഠിച്ചല്ലോ ഫസ്റ്റ്, ജർമ്മനി എന്ന് പറയുന്ന ഈ പറഞ്ഞ കൺട്രിയുടെ ബേസിസിലാണ് എന്ത് വന്നത്, ഈ പറഞ്ഞ സിമ്പൽ വന്നിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ സിമ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ GE എന്നത് എഴുതി വെക്കുക. ഓക്കെ, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇതേ സെയിം ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിൽവർ, അർജന്റം ലാറ്റിൻ നെയിം ആണ്. സിൽവറിന്റെ സിമ്പൽ വരുന്നത് AG ആണ് കേട്ടോ. അറിയാത്തവർ പഠിച്ചു വെച്ചോണം. സിൽവർ SI ഒന്നും കൊണ്ടുപോയി എഴുതരുത്, തെറ്റിക്കും നിങ്ങൾ. SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ ആണ്, അത് തെറ്റിക്കരുതേ. സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റം, വിച്ച് ഈസ് എ ലാറ്റിൻ നെയിം. അതിൽ നിന്ന് നമുക്ക് സിമ്പൽ കിട്ടും, AG എന്ന് പറഞ്ഞിട്ടാണ് സിമ്പൽ കിട്ടുക. ഓക്കെ ആണല്ലോ? യെസ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. സോ 4th ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കുറെ സയന്റിസ്റ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെയിം ഓഫ് സം സയന്റിസ്റ്റ് ആർ ഗിവൺ. ഏതൊക്കെയാ? ഡൊബ്രീനർ, ലാവോസിയർ, ന്യൂലാൻഡ്, മെൻഡലീവ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യെസ്, ടെക്സ്റ്റ് ബുക്ക് വായിച്ച പിള്ളേർ കേട്ടിട്ടുണ്ടാവും. യെസ്, മാച്ച് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ വിത്ത് ദ നെയിംസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള പേരുകൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റ് 1 by 1 വായിക്കാം. ഓക്കെ, ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് മാസ്. അവിടെ നിന്ന് നമുക്ക് കിട്ടി ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയതെങ്കിൽ, അല്ലെങ്കിൽ ആറ്റോമിക് മാസിനെ കുറിച്ച് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് ആര്? മെൻഡലീവ് അല്ലെ, പഠിച്ചു വെച്ചോണം. മെൻഡലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആറ്റോമിക് മാസിന്റെ ബേസിസിൽ നമുക്ക് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ? ദ എലമെന്റ്സ് വേർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. ഗ്രൂപ്പുകളാക്കിയിട്ട് തരംതിരിച്ചു അല്ലെ, കണ്ടെയ്നിങ് 3 എലമെന്റ്സ്. ഏതാ? ട്രയാഡ്. വാക്കോർത്ത് വെക്കണം, ട്രയാഡ് എന്ന് പറഞ്ഞാൽ എന്താ? 3 എലമെന്റുകളുള്ള ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചു. അതിനെയാണ് നമ്മൾ ട്രയാഡ് എന്ന് പറയാം. അപ്പോൾ ആ ട്രയാഡ് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയണം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. ഏതാണ്? യെസ്, ഡൊബറീനർ ആണ് അല്ലെ. എന്താണ്? ഡോബർമാൻ ഒന്നല്ല, എന്താ? ഡൊബറീനർ. ഓക്കെ, സോ ഡൊബറീനർ. അപ്പൊ ട്രയാഡ് പഠിച്ചു വെക്കുക, ഡൊബറീനർ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അതുപോലെ അടുത്തത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ദ എലമെന്റ് വേർ ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. മെറ്റലും നോൺ മെറ്റൽ ആയിട്ട് തരംതിരിച്ചത് ആരാണ്? യെസ്, ലാവോസിയർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ്. മെറ്റൽ നോൺ മെറ്റൽ ആയിട്ട് തരംതിരിച്ചത് ലാവോസിയർ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ എല്ലാവരും ചെയ്യും, ഇതെല്ലാവരും ചെയ്യും, വീഡിയോ കണ്ട എല്ലാവരും ചെയ്യും. ശ്രദ്ധിക്കൂ. വെൻ ദ എലമെന്റ്സ് വേർ അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദ ആറ്റോമിക് മാസ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് എവറി 8th എലമെന്റ് വാസ് റെപ്പറ്റീഷൻ ഓഫ് ദ ഫസ്റ്റ്. അതായത് ആദ്യത്തെ എലമെന്റും 8ാമത്തെ എലമെന്റും തമ്മിൽ ഒരേ സാമ്യം കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്, ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അപ്പോൾ അത് കണ്ടുപിടിച്ചത് ആരാണ്? യെസ്, പുതിയ ലാൻഡ് ആണോ? അല്ല, ന്യൂലാൻഡ് ആണ് അല്ലെ. ആരാണ്? ന്യൂലാൻഡ് ആണ്. അപ്പോൾ പഠിച്ചു വെക്കുക, എല്ലാ സയന്റിസ്റ്റുകളുടെയും കോൺട്രിബ്യൂഷൻ പഠിച്ചു വെക്കുക. പഠിച്ചു വെക്കാനുള്ള ട്രിക്കുകളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. സോ അപ്പോൾ അത്രയും 5 ചോദ്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ ചാപ്റ്ററുകളുടെ LTSS വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഓണപരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അടുത്ത LTSS ഏത് വേണമെന്നുള്ളത് നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ താങ്ക് യു, ബൈ.